മാത്രമല്ല ഇതിൻ്റെ തീമിലും അതേപോലെ ഇതിൻ്റെ പ്രസൻറ്റേഷനും ഇതിനു മുമ്പ് മലയാള സിനിമ അത്രയധികം കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു ആൾക്ക് അല്ലെങ്കിൽ കുറച്ച് സിനിമക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? അതാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്. കാരണം ഈ സിനിമ അങ്ങനെ മനുഷ്യന്മാരുടെ മാത്രം ഒരു കഥയല്ല പറയുന്നത്. മനുഷ്യന്മാരുടെ കൂടെ നായ്ക്കളുടെ ഡോഗ്സ് അല്ലെങ്കിൽ പട്ടികളും മനുഷ്യന്മാരും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തുടങ്ങിയിട്ട് കാലങ്ങളായി. ആ ആത്മബന്ധം എങ്ങനെയാണ് നമ്മുടെ ഒരു പട്ടി അല്ലെങ്കിൽ ഡോഗിനെ മാസ്റ്റർ ഡോഗിൻ്റെ നോക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അതിനെ ടീം ചെയ്യുന്നത്, എത്രത്തോളം നന്നായി പരിപാലിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, എങ്ങനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം പട്ടികളെ എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്ത് പഠിപ്പിച്ചാലും നമ്മുടെ ഈ ഡോഗ്സ് അല്ലെങ്കിൽ നായ്ക്കൾ പഠിക്കും. അപ്പോൾ അത് വളരെ ഈവിളായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചാൽ അങ്ങനെയും അത് പഠിക്കും. ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ ഈവിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നടക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിലല്ല, അതായത് മോഡേൺ ജനറേഷനിലല്ല കഥ നടക്കുന്നത്. ഇത് നടക്കുന്നത് എനിക്ക് മനസ്സിലായത് ലോകമഹായുദ്ധ കാലത്ത് നടക്കുന്നുണ്ട് ചെറിയൊരു ഏരിയ. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതിൽ ലോറി, ട്രക്ക് ഇതൊക്കെ വേറൊരു തരത്തിലാണ് ഇതിൻ്റെ ഒരു പഴയ നമ്മുടെ ടാറ്റയുടെ